എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 4 വർഷം മുന്നേ 2021 ഇതേ ഒരു ഒക്ടോബർ മാസത്തിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നത്. അതായത് അവിടെ അമേരിക്കൻ സൈന്യം ഈ അഫ്ഗാനിസ്ഥാൻ വിട്ട് അവർ തിരിച്ചു പോകുന്നു. അപ്പോൾ അതിനുശേഷം ഈ താലിബാൻ ഈ കാബൂളൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, അവിടെ അധികാരത്തിൽ വരുന്നു. അപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ, അതായത് ഈ ചിലത്തെ സുഡാപ്പി മാധ്യമങ്ങളൊക്കെ കൊടുത്തെന്ന് പറയും താലിബാൻ ഒരു വിസ്മയം. ആ ടൈറ്റിലൊക്കെ ഉണ്ടല്ലോ വലിയ വെണ്ടക്കാശത്തിൽ. അന്ന് ആ പത്രം നിങ്ങളിപ്പോഴും നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് അന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത ഏകദേശം 2-3 പേജ് ഈ താലിബാനെ പുകഴ്ത്താൻ വേണ്ടി മാത്രമാണ് ഈ സുഡാപ്പി മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ ഇന്ന് 2025 ഇതേ ഒരു ഒക്ടോബർ മാസത്തിൽ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അത് ആമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നിട്ട് 8 ദിവസത്തെ സന്ദർശനത്തിനാണ് വന്നത്. ഇപ്പോൾ ഇന്ന് വിദേശകാര്യ മന്ത്രിയായിട്ട് സംസാരിക്കുന്നു, നാളെ അജിത് ഡോവലായിട്ട് സംസാരിക്കുന്നു. പിന്നെ അതുമാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനോട് റൂമേഴ്സ് വരുന്നുണ്ട്, കൺഫേംഡ് അല്ല. അതായത് നാഗ്പൂരിലുള്ള RSS ആസ്ഥാനം സന്ദർശിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു ഈ ആമീർ ഖാൻ മുത്താക്കി. അതിന് കൺഫർമേഷൻ ഇതിൽ വന്നില്ല. ഈ 8 ദിവസം ഇന്ത്യയിൽ എന്തുകൊണ്ട് നിൽക്കുന്നു? സാധാരണ ഒരു ഫോറിൻ ഡെലിഗേറ്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം 2-3 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് പോകും. ഇൻ കേസ് ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഉപരാഷ്ട്രപതി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറത്തുനിന്ന് ചിലവർ ഫാമിലിയൊക്കെ ആയിട്ട് പോകും. ചിലപ്പം മാക്സിമം 4 ദിവസം നിൽക്കും. അതിൽ കൂടുതലും ഒരാളും നിൽക്കില്ല ഒരു രാജ്യത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമീർ ഖാൻ മുത്താക്കി 8 ദിവസമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്? അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസത്തോളം അജിത് ഡോവലായിട്ട് സംസാരിക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഈ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാകിസ്ഥാനിൽ കയറിയിട്ട് താലിബാൻ്റെ ആൾക്കാർ TTP തെഹ്രീക്ക് താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അതായത് താലിബാൻ്റെ പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മൊഡ്യൂളാണ് TTP. അവർ പാകിസ്ഥാനിൽ കയറി അടിച്ചിട്ട് ഏകദേശം 10-12 പേര് കൊല്ലപ്പെട്ടു. 2 പാകിസ്ഥാൻ്റെ മേജർമാർ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം അതിനൊരു തിരിച്ചടി എന്ന വണ്ണം ഇന്ന് പാകിസ്ഥാൻ കാബൂളിൽ കനത്ത ആക്രമണം അഴിച്ചിട്ടു, വ്യോമാക്രമണം അഴിച്ചു വിട്ടു. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TTPയുടെ ലീഡറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നൂർവാലി മുഹമ്മദ് എന്നാണ്. അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ എന്താ പറയുക ഇവരാക്കി ആക്രമിച്ചത്. നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഈ വ്യോമ പ്രതിരോധ ശേഷി നമുക്കിപ്പം S-400 ഇൻ്റഗ്രേറ്റഡ് S-400 ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും അങ്ങനെയുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഒരു സെറ്റപ്പൊന്നും അവർക്കില്ല. ഒരു പാവപ്പെട്ട രാജ്യമാണ്. അതായത് ഒരുപാട് വർഷം അമേരിക്ക അവിടെ ഉണ്ടായിരുന്നു, കുറേ ഇങ്ങനെ തീവ്രവാദമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പോഴാണ് ഈ താലിബാൻ എന്താ പറയേണ്ടത്, താലിബാൻ പൊടുന്നനെ അവിടെ അധികാരത്തിൽ എത്തുന്നതും. എത്തിയ ഉടനെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് പാകിസ്ഥാൻ ISI ഒക്കെ അടക്കം പറഞ്ഞു, ഇതേ ഞങ്ങളും താലിബാനൊക്കെ ചേർന്ന് ഇന്ത്യയൊക്കെ അങ്ങ് പൂട്ടിക്കളയും, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞു. അത് താലിബാൻ അധികാരത്തിൽ വന്ന പിറ്റേന്ന് തന്നെ ഇന്ത്യ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക്കുള്ള ചർച്ചകൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതലും ലോകരാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അവിടെ അണക്കെട്ട് പണിത് കൊടുക്കുന്നു, പിന്നെ സ്കൂൾസ് പണിയെടുത്തു. ഇതൊക്കെ ഇന്ത്യയുടെ റിക്വസ്റ്റ് ചെയ്താണ്, പ്ലീസ് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സുകാരോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ താലിബാൻ വന്നതിന് ശേഷം കേട്ടോ. അതായത് അദാനി അടക്കം ഈ അഫ്ഗാനിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരുപാട് ഗോതമ്പ് കൊടുത്തു. എത്രയോ മെട്രിക് ടൺ ഗോതമ്പാണ് നമ്മൾ ഓരോ വർഷം കൊടുക്കുന്നത്. ലോകത്തിൽ ഒരു രാജ്യം മരുന്ന് പോലും അഫ്ഗാനിസ്ഥാനിൽ കൊടുത്തില്ല. ഈ എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇന്ത്യ മാത്രമാണ് സഹായിച്ചത്. ഈ ആമീർ ഖാൻ മുത്താക്കി വന്നിട്ട് പറയും ഇന്ത്യ നമ്മുടെ ആപത്ത് ഘട്ടത്തിൽ സഹായിച്ച ഒരു ഇതാണ്, വർഷങ്ങളായിട്ടുള്ള റിലേഷൻ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഒരിക്കലും ഈ താലിബാനെ അംഗീകരിച്ചിട്ടില്ല. അവർ ഫ്ലാഗോ ഇതൊന്നും അംഗീകരിച്ചിട്ട് പോലില്ല. നമ്മൾ നോക്കിക്കോ, ഇന്നലെ ജയശങ്കറുമായിട്ട് മുത്താക്കി സംസാരിക്കുമ്പോൾ, ഇന്നാ സംസാരിച്ച് നമ്മൾ ഫ്ലാഗ് ചില സമയം കണ്ടില്ല, നമ്മൾ വിദേശ രാജ്യങ്ങൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഫ്ലാഗൊക്കെ വെക്കും. അങ്ങനെയുള്ള ഫ്ലാഗൊന്നും വെച്ചില്ല. ദാറ്റ് മീൻസ് ഒരിക്കലും നമ്മൾ അവരെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ അഫ്ഗാനിസ്ഥാനിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നു, എംബസി ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അതായത് റഷ്യ മാത്രമാണ് ഇവർ അംഗീകരിച്ചത്. ഇനിയിപ്പോൾ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇവർ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്തു, അതിന് മറുപടിയായിട്ട് വ്യോമാക്രമണം നടത്തി കാബൂളിൽ ഏകദേശം കുറേ പേരൊക്കെ കൊല്ലപ്പെട്ടു. ഇവർ പറഞ്ഞ് TTPയുടെ നേതാവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതെല്ലാം മൊത്തത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മുത്താക്കി ഇന്ത്യയിലുള്ള സമയം തന്നെ ഇവന്മാർക്ക് ഇതിൻ്റെ ചൊറിച്ചിലാണ്, പണ്ടേലെ ചൊറിച്ചിലാണ്. നമുക്ക് ഈ പെഹൽഗാം ഭീകരാക്രമണം എന്നാ നടത്തിയത്, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി സൗദിയിൽ പോയപ്പോഴാണ് ആ സമയം നോക്കിയിട്ടാണ് ഇവന്മാർ പെഹൽഗാമിൽ കയറി അടിച്ചത്. അപ്പോൾ ഇവന്മാർക്ക് ഇതിൻ്റെ ചൊറിച്ചിലാണ്. അതായത് ഇന്ത്യയും സൗദിയായിട്ട് എന്തൊക്കെ റിലേഷൻ വന്നു കഴിഞ്ഞാൽ അവന്മാരെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അതുമാതിരിയാണ് അഫ്ഗാനിസ്ഥാനും ഈ ഇന്ത്യയും തമ്മിൽ കൈകോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നം അവർക്കുണ്ടാവും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താലിബാൻ വന്നതിന് ശേഷമാണ് ഈ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വിളയാട്ടം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CCTV പോലും പതിയുന്നില്ല. ഇത് എന്ത് ടെക്നിക്കാന്ന് ഇവർക്കൊരു മനസ്സിലാവുന്നില്ല. അതായത് വലിയ സിറ്റിയിലൊക്കെ വന്നിട്ടാണ് ഈ അജ്ഞാതർ വന്ന് വെടിവെച്ച് ഡോവലിനെ പിള്ളേർ വന്ന് തീർത്തിട്ട് പോകുന്നത്.
CCTV പോലും ഇല്ലാതെ. അപ്പോൾ ഈ താലിബാനും ഇന്ത്യയും ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയാണെന്നുണ്ടല്ലോ, എംബസി അടക്കം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇന്ത്യ ഒഫീഷ്യലി താലിബാൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാതരുടെ എന്ന് പറയുന്നത് പൂണ്ട് വിലയാട്ടം തന്നെ ആയിരിക്കും. നേരത്തെ കണ്ടതിനെക്കാട്ടും 10 മടങ്ങ് ശക്തിയിലായിരിക്കും പിന്നെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഇവിടെ കയറി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി എന്നോണം ഇനി എന്തെങ്കിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ വേണം സഹായിക്കാൻ എന്നുള്ള വലിയ റിക്വസ്റ്റ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ കണ്ണും പൂട്ടി സഹായിക്കും. നേരത്തെ പാകിസ്ഥാൻ പറയുന്നുണ്ട് നമ്മുടെ ബലൂചിസ്ഥാനിലൊക്കെ ബലൂജ് ലിബറേഷൻ ആർമിയൊക്കെ ഫുള്ള് ഫണ്ട് ചെയ്യുന്നതും ഇതൊക്കെ റൺ ചെയ്യുന്നതൊക്കെ ഫുള്ള് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇന്ത്യയാണെന്നൊക്കെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാബൂൾ എംബസിയിൽ ഇത് എത്തിക്കും, നമ്മുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കും. അവിടെ നിന്നാണ് ഈ TTPയിലെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ റൺ ചെയ്തതിനൊക്കെ പിന്നിലൊക്കെ അജിത് ഡോവൽ എന്നൊക്കെ വലിയ പ്രസ്താവന ഈ നമ്മുടെ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ കോജോ ആസിഫൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യ ബ്രഹ്മോസ് അടക്കമുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ അഫ്ഗാനിസ്ഥാനിൽ കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുമ്പ് നിങ്ങളുണ്ടല്ലോ വർഷങ്ങളായിട്ട് എത്ര വർഷം നമ്മൾ 2014 മുന്നേ വരെ എത്ര അറ്റാക്കുകളാണ് വന്നിട്ട് അടിച്ചിട്ട് പോകും. ഈ അടുത്തന്നെ ചിദംബരം തന്നെ പറഞ്ഞില്ലേ, അതായത് മുംബൈ അറ്റാക്കിന് ശേഷം ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു എന്നല്ല, നമ്മൾ റെഡി ആയിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഫോറിൻ രാജ്യത്തിൻ്റെ, അമേരിക്കയാണെന്ന് ഒഫീഷ്യലി പറഞ്ഞില്ല, അമേരിക്ക ആയിരിക്കാം, അല്ലാതിരിക്കാം, അങ്ങനെ ഒരു ഫോറിൻ രാജ്യത്തിന് ഇടപെടൽ കാരണം നമ്മൾ ആ അറ്റാക്ക് അങ്ങനെ മാറ്റി വെച്ചു. എന്തുകൊണ്ട് ഇവർക്ക് നട്ടല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം മറ്റൊരു രാജ്യത്തിന് വേണ്ടി പണയം വെക്കേണ്ട ആവശ്യമുണ്ടോ? നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ രാജ്യം എന്താണെന്ന്, ഇന്ത്യക്കാരുടെ വില എന്താണ്, ഇന്ത്യയുടെ പവർ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അമേരിക്കയുടെ മുന്നിൽ പോലും മുട്ടുമടക്കിയിട്ടില്ല. ഡിപ്ലോമസി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുമ്പ് വിസ്മയ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ വേവലാതിപ്പെടുകയാണ്. അതായത് താലിബാൻ്റെ മന്ത്രി ഇവിടെ വന്നിട്ട് 8 ദിവസം വന്നിട്ട് മറ്റേ നമ്മുടെ ജയശങ്കറായിട്ട് സംസാരിക്കുന്നു, അജിത് ഡോവലൊക്കെ ആയിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഇത് നെഗറ്റീവ് ഇതൊക്കെയാണ്. അത് ഇന്ത്യ എന്തിൻ്റെ പുറപ്പാടാണ് ഇങ്ങനെ തീവ്രവാദികളായിട്ട്. മുമ്പ് അവർക്ക് വിസ്മയം, ഇപ്പോഴവർക്ക് താലിബാൻ, ഇപ്പോഴവർക്ക് തീവ്രവാദികൾ. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഇനി ഡയറക്റ്റ് സപ്ലൈ ചെയ്യും. മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ഇനി ഡയറക്റ്റ് സപ്ലൈ ചെയ്യും. പാകിസ്ഥാൻ്റെ കടപൂട്ടും. മുമ്പ് നിങ്ങൾ ഈ അതിർത്തി കയറി വന്നും പാവപ്പെട്ട ആൾക്കാരൊക്കെ വെടിവെച്ച് വന്ന് തുണി പൊക്കി നോക്കിയിട്ടും മതം ചോദിച്ചൊക്കെ പോയിട്ട് നിങ്ങൾ വെടിവെച്ച് വന്നിട്ട് പോയില്ലേ? ഇത്ര നാളും കണ്ട ഇന്ത്യയല്ല. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ കളി വേറെ ലെവലിലാണ്. കൈവിട്ടു പോയി. അമേരിക്ക പോലും തടയാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ അമേരിക്കയൊക്കെ വിചാരിച്ച് നമ്മുടെ ചെമ്മീൻ എക്സ്പോർട്ടിംഗ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ആകെ തളർന്ന് കുത്തുപാടെടുക്കുന്ന പറഞ്ഞത്. പക്ഷേ 45 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനൊക്കെ വിളിയാണ്. മോദിജി പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തോളം ആ ചെമ്മീൻ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും, പറയുന്ന പൈസ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. ആ രീതിയിലാണ് രാജ്യങ്ങൾ ഇന്ത്യ മറ്റൊരു രാജ്യങ്ങളായിട്ട് ഡീൽ ചെയ്യുന്നത്. നമ്മളിപ്പം നരേന്ദ്രമോദി ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഇവിടുന്ന് ഈ കമ്മികളും ഇവരൊക്കെ സുഡാപ്പികളൊക്കെ പറയാറില്ലേ, അതായത് ഊര് തണ്ടിയാണ്, ഊര് ചുറ്റിയാണ്, നാട് ചുറ്റാൻ നടക്കുകയാണ്. അതല്ലടോ ആ സമയത്തൊക്കെ ഡിപ്ലോമസി, അതായത് ആ രാജ്യങ്ങളായിട്ടുള്ള സൗഹൃദം ഊട്ടി ഉറപ്പിച്ച് ഇങ്ങനെയുള്ള പ്രതിഷേധ ഘട്ടത്തിൽ അത്തരം സൗഹൃദങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തേ. ഇപ്പം കണ്ടില്ലയോ, എന്താ പറയുക, നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫൊക്കെ എവിടെ പോയി? അതിനൊക്കെ താരിഫ് എന്നൊരു വാക്കുപോലും കേൾക്കാനില്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും കാണാനില്ല. എന്ത് തന്നെയാലും അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ച് പാകിസ്ഥാനെ തീർത്തിരിക്കും. പാകിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അമേരിക്കയാണ്. പാകിസ്ഥാനിൽ 5 പൈസയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചൊക്കെ എല്ലാം അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. എന്തിനാലും വരും ദിവസങ്ങളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു മുന്നേറ്റം നടത്തും. അതുമാത്രമല്ല അവിടെ ഒരുപാട് ഞാൻ മുമ്പത്തൊരു വളരെ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അഫ്ഗാനിസ്ഥാൻ്റെ ചില പ്രവിശ്യകളൊക്കെ നമ്മുടെ എന്താ പറയുക ജാഫർ എക്സ്പ്രസ് റാഞ്ച് തൊട്ടപ്പുറത്തുള്ള ബോർഡർ ഒരു പ്രദേശമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ലിഥിയത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ലിഥിയത്തിൻ്റെ ഡെപ്പോസിറ്റ് ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയുടെ വാഹന വിപണിയിൽ സംഭവിക്കാൻ പോകും. അതായത് ഇലക്ട്രിക് യുവാക്കൾ ഇപ്പോൾ വരാൻ പോകുന്നു, ഹൈഡ്രജൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ലിഥിയം വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട്, ഒരു ബൂസ്റ്റ് ഇന്ത്യൻ എക്കണോമിക്ക് നൽകും. അത് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമുക്ക് ഡാം പണിതാം, സ്കൂൾ പണിതാം, ഞങ്ങൾക്ക് കമ്പിളി വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം, മറ്റേ ഗോതമ്പ് വേണം, അത്രയും കാര്യങ്ങളൊക്കെ തന്നോളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ എത്ര വേണമെങ്കിലും ലിഥിയം വേണമെങ്കിൽ കുഴിച്ചെടുത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് അഫ്ഗാനിസ്ഥാൻ ഒഫീഷ്യലായിട്ട് ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇതിലെല്ലാം കണ്ണുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമ്പോൾ പല പല കാര്യങ്ങൾ അങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളും ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ല ഇന്ത്യ അങ്ങനെ ക്രൂക്കഡായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ എന്തിനായാലും അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പാകിസ്ഥാനെ മുച്ചൂട് മുടിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. മുമ്പ് കിരാന ഹിൽസ് റിപ്പോർട്ട് ചില ബ്രഹ്മോസ്, അങ്ങനത്തെ ഏകദേശം കുറേ ബ്രഹ്മോസ്, ഏകദേശം 10-30 ബ്രഹ്മോസ് ഇനി ഈ അഫ്ഗാനിസ്ഥാനെ താലിബാന് കൊടുക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.